ഹായ് ഫ്രണ്ട്സ്, ഈ ഒരൊറ്റ സെറ്റിംഗ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിന്റെ പെർഫോമൻസ് കുറയുന്നതും സ്പീഡ് കുറയുന്നതും ഹാങ്ങിങ് പ്രശ്നങ്ങളുമൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. മൊബൈൽ വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ് ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാകുകയില്ല. ഏതാണ് സെറ്റിംഗ്സ്, എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ വലതുവശത്ത് 3 ഡോട്ട്സ് കാണാം. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് കാണാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓൾ സൈറ്റ്സ് എന്ന ഓപ്ഷൻ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയായിട്ടും നിങ്ങൾ യൂസ് ചെയ്ത ഡാറ്റകളൊക്കെ ടെമ്പററി ഫയലായിട്ട് ഇവിടെ സേവ് ആയി കിടക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഫയലുകളുണ്ട്. എത്രത്തോളം MB ഇവിടെ സ്റ്റോറായി കിടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതൊക്കെ ടെമ്പററി ഫയലാണ്, ഇതുകൊണ്ട് ഒരു ഉപകാരവുമില്ല. ഇവിടെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഉള്ളത്. എന്നാൽ ഇവിടെ നിന്ന് ഫുള്ള് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ മറ്റൊരു സ്ഥലത്തുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് വരാം. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റ സ്റ്റോർഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നേരത്തെ കണ്ട അതേ ടെമ്പററി ഫയലുകൾ ഇവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇതൊക്കെ ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കണ്ടോ, ഡിലീറ്റ് ഓൾ ഡാറ്റ എന്ന ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ മൊത്തം ഡിലീറ്റ് ചെയ്താൽ 640 MB നമുക്ക് ഇവിടെ ലാഭിക്കാൻ സാധിക്കും. അത്രയും ഡാറ്റ നമുക്ക് ഇവിടെ ലാഭിക്കാൻ സാധിക്കും. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഒരുപാട് GB ഡാറ്റ ആയിരിക്കും ഇതുപോലെ ടെമ്പററി ഫയലായിട്ട് ഇവിടെ സേവ് ആയി കിടക്കുന്നുണ്ടാകുക. അത് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്പീഡ് കൂടും. അതുപോലെ തന്നെ ഹാങ്ങിങ് പ്രശ്നങ്ങൾ, മൊബൈൽ ചൂടാകുന്ന പ്രശ്നങ്ങൾ, പെർഫോമൻസ് കുറയുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. ഈ ഡാറ്റ നമ്മൾ ഡിലീറ്റ് ചെയ്തത് കൊണ്ട് മൊബൈലിന് ഒരു ദോഷവും ഉണ്ടാകില്ല കേട്ടോ. ഓക്കെ, അത് ഭയന്നിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാതിരിക്കേണ്ട. ഇനി ഇങ്ങനെ ടെമ്പററി ഫയലുകൾ സേവ് ആകാതിരിക്കാൻ തന്നെ നമ്മുടെ മൊബൈലിൽ ഒരു സെറ്റിംഗ്സ് ഉണ്ട്. ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഇവിടെ ഓൺ ഡിവൈസ് സൈറ്റ് ഡാറ്റ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണിലാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ടേൺ ഓഫ് കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്തതിൻ്റെ ടെമ്പററി ഫയൽ ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൽ സേവ് ആയി കിടക്കില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈലിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഹാങ്ങിങ് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മൊബൈൽ ലാഗ് ആകുന്നതൊക്കെ നിങ്ങൾക്ക് ഇതുവഴി തടയാനും സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.